നമ്മൾ അണ്ടർ വാട്ടറും പാരാഗ്ലൈഡും നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ടാർസന് പേടിയാണ് എങ്കിലും നമ്മൾ ടാർസന് വെള്ളത്തിനടിപ്പോ പേടിയല്ലേ. ഈ സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയില്ലേ, സ്ട്രെസ് റിലീഫ്. ടാർസന്റെ തൊണ്ടവേദന പോയി അല്ലേ ടാർസ? നമ്മളീ എയറിൽ നിൽക്കും. ടാർസന്റെ ഷേപ്പ് പോയി കേട്ടോ, പകുതി പൈസയും പോയി. അല്ല നമ്മൾ ഇതിനല്ലല്ലോ വന്നവിടെ. നീ ഇതെന്ത് പറയണമെന്ന് എനിക്ക് പറഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് നിനക്ക് പറഞ്ഞൂടാ. ഹേ ഗായ്സ്, തായ്ലാൻഡിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ പരിപാടി എന്ന് വെച്ചാൽ കോറൽ ഐലൻഡിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റീസിൽ കയറണം എന്നുള്ളത് അവിടെ പോയി പേടിയില്ലെങ്കിൽ അതനുസരിച്ച് കയറണം. ബിജോയ്, എങ്ങനെയുണ്ട് തായ്ലാൻഡ്? ഇവിടെ വൺ ലവ്. അനീഷിന് തൊണ്ട വയ്യ, ടാർസനും തൊണ്ട വയ്യ. അതുകൊണ്ട് തന്നെ പട്ടായ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലേ ടാർസന്? ഇത് മനുഷ്യരല്ലേ, എവിടെയെങ്കിലും പോകുമ്പോൾ അസുഖമുള്ളൊരു ശങ്കാണ്. ഇപ്പം ആ അസുഖം വരും പകർന്നു. പക്ഷെ പുള്ളി ഫുൾ ആക്റ്റീവാണ്. കാരണം ഇവിടെ ഹിന്ദിക്കാരുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഹിന്ദി അറിയാമെന്നുള്ളതുകൊണ്ട് സംസാരിച്ച് അങ്ങ് അനീഷ് പൊളിക്കുക. അനീഷാണ് സത്യം പറഞ്ഞാൽ തായ്ലാൻഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട്. എവിടെ പോയാലും വൈബ് അടിക്കുന്നല്ലേ ചങ്ക്. നമ്മൾ ഇത്തിരി ഉറങ്ങിപ്പോയി ഗൈസ്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിട്ടില്ല. പട്ടിണിയോടുകൂടിയാണ് നമ്മൾ ഈ കോറൽ ഐലൻഡിൽ. പിന്നെ ടാർസൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. രാവിലെ ഫുഡ് കഴിക്കണ്ടേ. തൊണ്ടപോയ എന്റെ സൗണ്ട് ഇങ്ങനെയാണ്. ബോട്ടിന്റെ സ്പീഡ് ബോട്ട്. വാവ്. നമ്മൾ അണ്ടർ വാട്ടറും പാരാഗ്ലൈഡും നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ടാർസന് പേടിയാണ് എങ്കിലും നമ്മൾ ടാർസന് വെള്ളത്തിനടിപ്പോ പേടിയല്ലേ, പേടിക്കണ്ട. വയസ്സ് 35 പേടി. നമ്മളെല്ലാവരും പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി പോവേണ്ടേ. എന്നിട്ട് പൊട്ടിയായിട്ട് വെള്ളത്തിൽ വീഴുന്ന എന്തിനാണ് ഞാൻ ആലോചിക്കണം. പോണം അമ്മച്ചി. ഞാൻ പാരാഗ്ലൈഡിനേക്കാളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് അണ്ടർ വാട്ടറിൽ പോകുന്നതാണ്. കാരണം അതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് ഓൾറെഡി എനിക്ക് എങ്ങനെയാകും ആണ് എന്നുള്ളത് എനിക്കറിയാം. അയ്യോ പൊട്ടോളാടേ അഭിലാസേ. ടാർസൻ പോയി, ടാർസനെ കാണാനില്ല. എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ടാർസനെ കാണാനില്ല. എടാ വിജയ്, പൊട്ടിയെങ്ങാനും വിജയ് തോള് ഷാർക്കുണ്ട് കേട്ടോ വിജയ്. ഒരു പേടിയും വേണ്ട, അടിപൊളി. കേറിയില്ലെങ്കിൽ നഷ്ടമായി പോയനെ. കേറിയില്ലെങ്കിൽ നഷ്ടമായി പോയനെ. ഒരു പേടിയും വേണ്ട. അതേ വിജയ് വിജയ് അടിപൊളി.
ഒരു രക്ഷയില്ല. സൂപ്പർ. ലൈഫിൽ ഒരു തവണ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം guys. അടിക്കണ അടിയില്ലേ നല്ല വേദന എടുക്കും. അതിന്റെ അത്രയും ടൈറ്റ് എനിക്ക് കുഴപ്പമില്ല. വിജയ് തല ഇറക്കിയെന്ന് പറയാ എന്തോ പേടിച്ചേട്ടാ എത്തിക്കപ്പോ ഇങ്ങനെ പറഞ്ഞത്. ചില സമയത്ത് ഈ സാമാനിട്ട് താക്കും വെള്ളത്തിലോട്ട്, അപ്പൊ പേടിയാ. അല്ല എന്നെ താത്ത് കുറച്ച് വെള്ളം വരെ കൊണ്ടുവന്ന് എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആ കൊള്ളാം. നമ്മള് ഈ മറ്റേ സംഭവത്തിലൊക്കെ പറക്കണം വരെ സമ്മതിക്കണം കേട്ടോ. തലപ്പുര ഇപ്പൊ പേടിച്ച് കൊമ്പൂ. കൊള്ളാം കൊള്ളാം. 这个天气哪里阴着呢？ ไม่ใช่หมายถึงว่าคนเมื่อกี้ไม่ใช่ไก่ಮತ್ತೆ ಟಿಕೆಟ್ ತಗೊಳ್ಳೋದು പൊളി. ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു guys. നല്ല പേടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് മോളിൽ വരുന്നപ്പോഴേ നമുക്ക് കാണാം. വന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കണ്ടില്ലായിരുന്നാ? ഇങ്ങനെ പോകണ്ടാ, പേടിച്ചില്ലേ? അവൻ കൊണ്ട് താറ്റിയപ്പോ ഞാൻ പേടിച്ചു. അയ്യോ, വെള്ളത്തിൽ വീഴും. ഭയങ്കര സന്തോഷമായിരുന്നു മോളിൽ പോയപ്പോ. ഗായ്സ്, ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടേ. നമ്മൾ ഈ പാരഗ്ലൈഡ് നല്ല മോളിൽ പോകുമ്പോഴേ തണുത്ത കാറ്റുണ്ട്. പിന്നെ ഈ ചില സമയം മറ്റേ ഇത് കിടന്ന് അലയടിക്കുമ്പോൾ നമ്മളെ പിടിക്കും. നമ്മളൊരു പട്ടം പറക്കും പോലെ പറയും ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മോള് നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. ഈ സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയില്ലേ, സ്ട്രെസ് റിലീഫ്. ടാർസന്റെ തൊണ്ടവേദന പോയി. നമ്മളങ്ങ് എയറിൽ നിൽക്കും. ഇനി അടുത്ത് അണ്ടർ വാട്ടർ. അത് ഇതുവരെ ലൈഫ് ചെയ്തിട്ടില്ല, ഫസ്റ്റ്. നല്ല തെളിഞ്ഞ വെള്ളം. മീനെ കാണാമോ? മോനെ കണ്ടോ? എന്റെ ഇഷ്ടപ്പെടും. ഇന്ന് ഇതിനെയൊക്കെ ഞാൻ കൊണ്ടും. വെള്ളത്തിൽ മുങ്ങാൻ പോണേണ്. നോക്കാം, പേടിയില്ല, എന്നാലും ഓക്സിജൻ കിട്ടുമെന്ന്. ടാർസയും ചട്ടിയൊക്കെ ഇട്ടാണ് ഇറങ്ങണ മീനിനെ ഇര കൊടുക്കാൻ. ബ്രാൻഡി അടിക്കില്ല. വിശക്കണുണ്ട് നല്ല രീതിയിൽ. അടിയിൽ പോയി മൂത്രം ഒഴിക്കില്ല. അങ്ങോട്ട് മാറിപ്പോ. എനിക്ക് ആ പരിപാടി ഇല്ല. Not for you. Hold the helmet. Not for you. Free hand, both hand. ไม่ปล่อยมือปล่อยน้ำอีกเอาതാഴെ പോയി ആ കുറച്ച് കഴിയുമ്പോൾ ചെവി അടങ്ങി. അങ്ങനെ തിരിച്ചറിയാം. എല്ലാം കണ്ടു. ഓക്കെ അല്ലേ? അടിഭാഗം അടിപൊളി. പക്ഷെ പകുതി എത്തുമ്പോൾ ചെവിയിൽ ഒരു കയറും. ചിലവർക്ക് സഹിക്കാൻ പറ്റും. ഇങ്ങനെ ആക്കിയാൽ മതി. എനിക്ക് ആദ്യം കുറച്ച് നേരം ആക്കി, പിന്നെ ആയപ്പോൾ ചെവി വേദന എടുക്കണം. ഇങ്ങനെ ഞാൻ പറയും കയറാൻ പറ്റും. ചെവി ഭയങ്കര വേദന. എനിക്കിനി വയ്യാതെ ഇരുന്നുകൊണ്ടാണോന്ന് അറിയാൻ പറ്റില്ല. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ചെവി അടഞ്ഞില്ലായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു സീറ്റില്ല. ഇത്
ഞാനങ്ങ് വെള്ളത്തിൻ്റെ അടിയിൽ പോയി നല്ല രീതിയിൽ വേദന വന്ന് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ച് അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടും അടങ്ങി തന്നെ ഇരുന്നു. എന്നിട്ട് ഞാൻ അടിയിൽ പോയിട്ട് മറ്റേ ഫോട്ടോ ഒക്കെ എടുത്ത് അടിയിൽ ഫോട്ടോ എടുത്ത് പിന്നെ അവിടെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു കയറി അപ്പം തന്നെ. കാരണം വേലി കയറിയിട്ട് നീ ചെവി വേദന എടുത്തുകൊണ്ടിരിക്കും. Oh, भैया, अरे बे. ഒരു കിടിൽ എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളതാണ് പറയണത്, പട്ടായിൽ മാത്രമേ ഉള്ളതാണ് അവർ പറയണത്, അറിഞ്ഞൂടാ. പക്ഷേ വെള്ളം ഒരു ഡേഞ്ചർ ആണല്ലേ. ആദ്യത്തെ ഒരു സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു 2-3 സെക്കൻഡ് നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ശ്വാസം മീനൊക്കെ അടുത്തോടെ പോകും, എന്നാൽ പിടിക്കാനും പിടിക്കാറ്. അതൊക്കെ പിന്നെ കടൽ ജീവിക്കുന്നത് അതിനൊക്കെ എങ്ങനെ പിടിക്കുന്നത് തൊടാൻ പറ്റില്ല. വ്യൂ ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ കൂടെ കാണുന്ന വ്യൂ അടുത്താണ് കാണുന്നത്. അത് അടുത്ത് മാത്രമല്ല സൈഡ് കൊണ്ടാണ്, നമ്മൾ ഫ്രണ്ടിലുള്ള സാധനമല്ല നമ്മൾ ഗ്ലാസ്സിൽ കൂടെ കാണുന്നത്. ഈ സൈഡിലാണ് നിൽക്കുന്ന ആള്. ഞാൻ ഇപ്പോഴത്തെ നോക്കിയപ്പോഴത്തേക്ക് ആളോടെ. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇറങ്ങി ഒരു 10 സെക്കൻഡ് നമുക്കൊരു ഭയങ്കര പേടിയായിരിക്കും. കാരണം ഒരു ശ്വാസം മുട്ടുന്ന ഫീല് അപ്പോഴേ മനസ്സിലാക്കും വെള്ളം നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആണെന്നുള്ള സംഭവം. പിന്നെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ആൾക്കാരാണ് നിൽപ്പുണ്ട്, അതുകൊണ്ട് ആദ്യം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ചെറുതായിരിക്കും ശ്വാസം മറ്റേ ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ, ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ശ്വാസം ഒരു ഇതുപോലെ തോന്നും. ചെവി ഭയങ്കര വേനായിരുന്നു. ആദ്യം ഇറങ്ങിയ ചെവി ഭയങ്കരമായിട്ട് വേന, ചെവി വേന എടുത്തപ്പോഴേ ഇത്രയും മീറ്ററായിട്ട് നമുക്ക് ഈ പ്രഷർ. അപ്പോഴാണ് ടൈറ്റാനിക്കിന്റെ സാമാനം എടുക്കാൻ വേണ്ടി അവന്മാർ പോയത് താഴെ. ടാർസന്റെ ഷേപ്പ് പോയി കേട്ടോ, പകുതി പൈസയും പോയി. നിങ്ങളെന്ത് പകുതിയിൽ ഇറങ്ങി കാറ്റിയാ കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ കയറി ഞാൻ 4 പ്രാവശ്യമൊക്കെ താഴെ ഇങ്ങനെ ആക്കി. എന്നിട്ട് എനിക്ക് ശരിയാവുന്നില്ല, ഇവിടെ വന്നിട്ട് ശരിയാവുന്നില്ല. Bye, Burger. ഗൈസ്, തായ്ലാൻഡിലെ മലയ്ക്ക് വന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? നമ്മൾ നിങ്ങളെ കാണാത്തോണ്ട് നമ്മൾ തെണ്ടി തിരിഞ്ഞ് എവിടെ പോയി? അങ്ങൊക്കെ പോയി. അവന്മാരെ ബാക്കിലല്ലേ വരാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ അങ്ങോട്ട് തിരിച്ചപ്പോ നിങ്ങളെ കാണാല്ല, ഞാൻ ഇച്ചിരി നിങ്ങൾ അങ്ങ് വിട്ടുപോയെന്ന്. ഞാൻ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ പോയി, നീയൊക്കെ തിരിച്ചു പോയെന്ന്. അവസാനം ഞാൻ ആദ്യത്തെ അണ്ണനെ വിളിച്ചിട്ടാണ് എഴുതൂരെങ്കിലും എത്തിയത്. ഞാൻ എങ്ങനെ കാണിച്ചിങ്ങനെ കാണിച്ചത് ഭാഷ അറിഞ്ഞൂടാ. ഗജനിയെ പോലെ ഇങ്ങനെ എഴുതി വെച്ചേക്കൊണ്ട് പൈനാപ്പിൾ, തായ് പൈനാപ്പിൾ. ആ മിച്ചമുള്ളോട് ഇപ്പുറത്ത് വെച്ചോ, അതാണ് കൊടുക്കും. ബാലൻസ് May you eat to me, I give you. എന്താ ജ്യൂസ്? പൈനാപ്പിൾ. കറക്റ്റ് പൈനാപ്പിൾ ടേസ്റ്റ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇങ്ങനത്തെ ടേസ്റ്റ് ഇല്ല. ഇത് ഇവിടുത്തെ പൈനാപ്പിളെ കയറി പ്രതിപദ ഒഴിച്ച് കളഞ്ഞ എന്തിന് നമ്മൾ കുടിക്കുക. ഗായ്സ്, നമ്മൾ കോറൽ ഐലൻഡിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമിൽ വന്നൊന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. ടാർസൻ വന്നില്ല. ടാർസന്റെ പിന്നെ ഇങ്ങനെ ടൂർ സ്ഥലത്ത് വന്ന ഇങ്ങനെ കറങ്ങണമെന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. പിന്നെ പുള്ളി വയ്യെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വെറൈറ്റി ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം. ഉണ്ടാവും ആണോ? എന്തായാലും അറിയത്തില്ല. യെസ്, ബിജോയും അനീഷും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുതിരയുടെ വരച്ചേക്കുന്നില്ലേ അവിടെ വരച്ചേക്കുന്നതാ.
ആനയുണ്ടോ? ഒരു ആന കളിച്ചു. സെറ്റ് 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 പൊടി ആന. ഞാനും മച്ചാൻ ഈ ബോട്ടിൽ പോകുന്നതിന് 700 രൂപയാണ്. നമ്മൾ എവിടുത്തെ 700 ഇവരുടെ 700 തായ് ബാത്ത് ഇഷ്ടം. കാരണം ഇന്ന് രാവിലെ ഫുള്ള് നമ്മൾ ബോട്ടിൽ കറങ്ങി. അതുകൊണ്ട് പിന്നെ അവരുടെ തന്നെ ഒരു കുറേ ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഉണ്ട്. This fridge magnets, right? Magnets. How much this for? 150. 150. 150. 150 പറയുമ്പോൾ 450 രൂപ. അല്ല നമ്മൾ ഇതിനല്ലല്ലോ വന്നവിടെ. അതിന് എത്ര? ഹൗ മച്ച് 450? നോ ഭയങ്കര കൂടുതലാണ് അല്ലേ. നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ 10-30 രൂപ കിട്ടുന്നതാണ്. മലയാളം 400 baht. No. It's too discount. Promotion. 450. Lob 50 baht na. കേരളത്തിൽ നിന്ന് പറഞ്ഞേ നമ്മള്. കേരളത്തിൽ നിന്ന് 300. Oh, 300. നമ്മ യൂട്യൂബർ. I don't know. Do you have YouTube? Thailand Safari have YouTuber. I got Facebook. Facebook, yeah. Also me, I have. My subscribers coming to your shop. Okay, I follow you. Yeah. Deal it. I'm superhero. I don't know. English. Where is English? Bro. നമ്മളവിടെ കൊളാബ് ഇതൊക്കെ. Niba. This is me. This is my channel. Oh. Jack, Discord please. No. I follow you. 350. ഇങ്ങോട്ട് തരണം. 350. I follow you. എന്റെ വീഡിയോ കാണാൻ പൈസ ഇങ്ങോട്ട് തരണം. 50 baht. 300. Yeah, bro. Last. Unfollow na. Unfollow. No problem. 350. പൈസ 300 രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ചെറുതെങ്കിൽ 200 രൂപ പറയണം. This how much? Can 300 baht. This one. എത്ര? Small size. No, 200 baht. Cannot. Yeah, how much? 300 baht. I sell 350. This. I need small, medium, and big size. 250, 350, 450. No, please. Yeah. 100 രൂപ കുറച്ച് ഇതിന് 350 ആക്കിയാവും. 350. This is for my baby. Yes, I know. Last time 200 baht. I can impossible. മാറിയാണ് അത് നഷ്ടം. 300 രൂപയ്ക്ക് കൊച്ചെ എന്റെ ബേബി ഇത്രേ ഉള്ളൂ. കാണാൻ Souvenir. Not factory. ബ്രോ ഫൈനൽ. ഓക്കെ Final okay. 300. 300. Oh, sorry. Yeah, bro. Please, bro. My baby. I go say sorry for you. Said. Hey, bro. Sorry. Bro, please, bro. നോ Bro, please. You're കച്ചവടം good നടക്കട്ടെ bro. person. Bro, കച്ചവടം നടക്കട്ടെ. 200 പഴയത് തന്നാലും മതി, കുഴപ്പമില്ല. 300 is good amount. 300 cannot. Hey, bro. This one is okay. 300 baht. 300. No. Yeah, I can for you and 300 baht. Bro, this is for my baby. It's small. 3 months only. I give you it. See? 3 months means Same. 300. I give you same factory price. Same factory price. Yeah. നീ ഇതെന്ത് പറയണമെന്ന് എനിക്ക് same അറിഞ്ഞൂടാ. factory price. എനിക്കും അറിഞ്ഞൂടാ. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് നിനക്കും അറിഞ്ഞൂടാ. ഫൈനൽ പ്രൈസ് 400 baht. 300 baht. Final. 300 cannot. Impossible. കൊടു പൈസ കൊടു Impossible. പൈസ 300. Cannot. Please. Impossible. Last. Impossible is possible, man. Sorry. We are humans. Sorry nah. ഒരു 20 രൂപ കൊടുത്താണ്. Cannot. അറിയാ. I cannot nah. 20 രൂപ. മതി. 20 രൂപ.
I'm sorry, sir. I'm sorry. അളിയ 300 അളിയ ചായ കുടിക്കാൻ പൈസ കളിയാ അമ്മ ചെന്താ അളി പൈസ കളി എന്തിനു There. കേരളത്തിൽ 50,000 രൂപ കൊണ്ടുവന്നാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ 15,000 രൂപ അയ്യല്ലേ വയലിയാ കച്ചറ അറിയില്ലേ Oh, I'm sorry. കേരള Cannot. Samosa, I can for you. Oh, cannot. അത് എന്റെ ബ്ലോഗിൽ I stop. I customer. അവൻ ചത്താലും തരില്ലെന്ന് Yeah. Sorry, sir. ബ്രോ മച്ചാ ഈ കച്ചവടം നടന്ന ഞാൻ ജയിച്ചിട്ടേ I sorry. bro. I am sorry. എന്റെ 20 ഇല്ലെന്നാ 350 ലാസ്റ്റ് 350 ലാസ്റ്റ് അളേ ഞാൻ കൂടെ താഴ്ത്താണ് എന്റെ അറിയാലോ എന്റെ വീട്ടുപേര് എനക്ക് അറിയാല ഗ്രേസ് അറിയാല എവിടെ നീ കാൽക്കുലേറ്റ് എത്ര കിട്ടിയോ 350 ഞാൻ തരുള്ളൂ 350. ഇല്ല അളിയ പൈസ ചായ കുടിക്കാൻ പൈസ ഇല്ല ഇവിടെ Okay. ചായ ഇല്ല ഇവിടെ ഇന്ത്യ ചായ ഇല്ല 50 baht. Why you cannot give me? ഞാൻ താങ്ക് യു Confirm. കൺഫേം നമുക്ക് മാറ്റിയെടുത്താലേ ഇത് അങ്ങോട്ട് മലയാളിടാ 350. Oh. Impossible. I am coming tomorrow Huh? with my subscribers. Okay. Okay, done. I wait. Okay, done. Okay, man. What's your Okay. name? What's your name? How? Tao. Okay, man. Okay. Okay, guys. അടുത്ത കടയിൽ പോയി വില വേഷം. എന്തോന്നൊക്കെ ചെയ്യുന്ന ബോർഡിനെ കൊണ്ടുവന്ന് പറഞ്ഞു What's this? ഇത് ചീപ്പാ Bro, what's this? Open dia. തന്നെ ഇതാ. Too bad, man. Too bad. Too bad. Okay, my friend. നമ്മളോട് 100 രൂപയ്ക്ക് കൊടുക്കണ അത് ഷാൻ സെറ്റ് ഇതിപ്പോ ഞാൻ വിചാരിച്ചേ Stop. കത്തി വല്ലതും ആയിരിക്കും ചീപ്പാണ് It's discount. I'm coming from Kerala. 50 baht free. No. 350 It's a 3-month baby. 6 months to 1 year. 6 months to 1 year. കുഴപ്പമില്ലല്ലോ നമ്മളവിടെ ഇത് വെറും 300 രൂപ ഉള്ളൂ Alai, പ്ലീസ് put alai. I can give you 300 baht last price. You look have more detail. അത് മനസ്സിലായി എന്റെ കൊച്ചിനൊന്നും തിരിച്ചറിയുള്ള പ്രായമല്ല മൈ ബേബി 3 month baby I have 6 months to 1 year. Starting size is same size. but I like this 300 baht. Sir. 250 please Yeah. ചേച്ചി പ്ലീസ് ചേച്ചി എന്തിനാ ചേച്ചി 250. Take this one. ഇത് കണക്കാവൂലെന്ന് ഇറ്റ്സ് അല്ലെങ്കിൽ തന്നെ നോട്ട് ഫോർ മൈ ബേബി വെച്ചിട്ടുണ്ട് ബീച്ചിൽ പോയത് I say 320 baht. I give you 250 last please price. give. This one I give you 300 My baht. cousins- Don't worry, sir. No problem. I don't have problem. പട്ടിണി എല്ലാം വിറ്റാണ് വന്ന തായ്ലാൻഡിൽ ഐ ഹാവ് ബോട്ട് എവറിത്തിങ് ഫോർ കമ്മിങ് തായ്ലാൻഡ് I can give you 300 baht last price. പ്ലീസ് you look my face No. I'm so sad please Oh, 250 this one. this is for my baby gift No, you from look detail. You Yes. have more detail. yeah 300. yeah, I know but my baby is so happy you give 250 please No. please My Yes, boss is not happy. ബോസിൻ്റെ അടുത്ത് പറയാം ഇവിടെ Asa, പ്ലീസ് 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 300 baht, please. പ്ലീസ് ചേച്ചി എന്ത് ചേച്ചി Oh, bo. പ്ലീസ്เอาไว้ตรงนี้เหรอ 270 โอ้ยเอาไป300 baht. 270 please 270 please เอามา 280. ആ നോക്ക് 10 baht more. ചായ കുടിക്കയില്ല ഐ എം സോ ഹംഗ്രി ബട്ട് ഐ ഡോണ്ട് ഹാവ് മണി ടു ഈറ്റ് You have more money. ഐ ഡോണ്ട് ഹാവ് ഓക്കെ താങ്ക് യു Thank you, sir. Okay. Yes. 20 പറയാം ഓക്കെ ബൈ എലിയാണോ ഇത് ഗായ്സ് ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് നല്ലതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന തുമ്പി ഇരിപ്പുണ്ട് ഇതൊന്ന് പാറ്റയല്ലടാ അത് പാറ്റ അയ്യോ ഫ്രൈഡർ അല്ല അത് മറ്റേ വെട്ടിലാണ്
വീട്ടിലാണോ ഇതാ? രാത്രി വിളിക്കണം ചീവീട്. ആ ചീവീട് തൂക്കിയെടുത്തോളൂ രാത്രിയെ വിളിച്ചോണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് തൂക്കിയെടുത്തോണ്ടെന്ന് പൊരിച്ച് മച്ചി ക്യാനായി മനം മറി. ഇത് വാങ്ങിച്ചു കഴിയും, ഇതാ വലിയ കുഴപ്പമില്ല. ഫുഡ് ബ്ലോഗർ നീ പേടിയാണോ കണ്ടിട്ട്? പുഴുവിനെയൊക്കെ തിന്നാനാ ഞാൻ. എനിക്ക് മറ്റേ നീ കണ്ണടാ വാതടാ കണ്ണടച്ച് വാറക്കാൻ പറഞ്ഞപ്പോ നീ കണ്ണ പൊട്ടയാ ഫ്രണ്ട്. ഞാൻ ഇലയായിക്കോട്ടെ കഴിച്ചോടാ. എനിക്ക് വേണ്ട, എനിക്ക് ശരിയാവും. ഒരെണ്ണം കഴിച്ചോ കേട്ടോ. നീ വാറ നീ ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ കഴിച്ചാൽ ഞാൻ കഴിക്കാം. ഹൗ മച്ച്? 1 piece. just try one piece, just try. No, coming from Kerala, so there is no this type of fry. എന്താടാ? ചിക്കൻ കബാബ്. ബീഫ് തന്നെ, അതാ മട്ടൻ. കൊള്ളാണ്. This is ചീങ്കണ്ണി. ചിക്കൻ ഫ്രൈ. എവിടെ കിട്ടൂടാ അവനാ? സൂപ്പർ നമ്മള് പ്രാങ്ക് ചെയ്യാവുന്ന നമ്മളാരാടാ? പൊളിതാണോ ഇവനെ കിട്ടോ പുടിയണോ? ഞാൻ കഴിച്ചു നോക്കാം. സജ്ജാന് കൊടുത്ത് ഒരു റിയാക്ഷൻ അടിപൊളി സാധനം. കൊള്ളാണ്. ചീങ്ങനെ തൂക്കടാ ഇവിടെ സാധനം. ഞാൻ പറഞ്ഞിട്ട് അവനെ എവിടെ കിട്ടും? ബീഫും അല്ല പന്നി അടിപൊളി. ബീഫും അല്ല പന്നിയല്ല. അവിടെ കുക്ക് ചെയ്യാം. അവിടെ ഇതൊന്നും ഫാനല്ലല്ലോ. അവരുടെ ഈച്ച വരാതിരിക്കാൻ ഇങ്ങനെ. നീയായിരുന്നു ഞാൻ തിന്നുന്നു നിന്നെയാ ഓള് സാധനം എവിടെ കിടന്നു? നമ്മളെ കേരളത്തിലൊക്കെ നിന്ന് തിന്നാത്തുണ്ട്. ഈ തായ്ലാൻഡിൽ വന്നിട്ട് ഞാൻ സാധാരണ ചായ ഒരു ദിവസം പോലും ചായ കുടിക്കാതിരിക്കൂല. തായ്ലാൻഡിൽ വന്നിട്ട് അവരുടെ ചായ കിട്ടിയില്ല. ഫൈനലി നമ്മളെ 2ാമത്തെ ദിവസം ചായ കിട്ടിയിരിക്കുന്നു. അതും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് അല്ലേ? ഇന്ത്യൻ കേരള ചായ കുടിച്ചിട്ട് പറയാം കേരളമാണ്. മോനെ ഈ ചായ കുടിക്കാൻ പോണ്ടല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊന്നും ഒരു മദ്യത്തിന് തരാൻ പറ്റൂല മോൻ. നല്ല ടേസ്റ്റ് ഉണ്ട് ചായ. എന്ത് വയറിയ വയറിയേ? എന്താ കഴിച്ച? മുതലിറച്ചി പക്ഷെ എനിക്കിപ്പോ ഉരുന്റെ കുഴപ്പമില്ല. അത് കഴിക്കാൻ അതങ്ങനെ മൈൻഡിൽ ഇതായതായിരിക്കും. പക്ഷെ അവന്മാരെന്തല്ലേ അറിയാമോ? ഞാൻ അറിയാതെ അവിടെ ഇത് കഴിച്ചോക്കെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ പാറ്റേനിപ്പുറത്തേക്ക് കയറുന്നു. പാറ്റ കഴിച്ചാ? പാറ്റ കഴിച്ചു. പക്ഷെ അതെങ്ങാനും കൊള്ളാമെങ്കിൽ വീട്ടിലൊരു പാറ്റ പാറ്റ അതല്ല കേരളത്തിൽ പോയി നിനക്ക് പിടിക്കാൻ നിന്നും തരും മുതല. സൂപ്പർ ടേസ്റ്റ്.